കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സമാപിച്ചു. അഗ്രിസ്റ്റാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കർഷകരുടെ ഭൂവിവരങ്ങൾ പരിശോധിച്ച് അംഗീകരിക്കുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് അനുവദിച്ച അഗ്രിസ്റ്റാക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ പിൻവലിച്ച് ഓൺലൈൻ പോർട്ടൽ ആവിഷ്കരിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മുഖം ആപ്ലിക്കേഷന്റെ പ്രവർത്തന ഇടവേളകളിൽ തിരിച്ചറിയലായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് വില്ലേജ് ഓഫീസ് മാനുവലിന് വിരുദ്ധമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വികാർ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് ഭാഗമായിട്ട്, രണ്ട് ധ്രുവങ്ങളായിട്ടാണ് അക്കാലത്ത് 1989 മുമ്പ് ജീവനക്കാരുണ്ടായിരുന്നു. ആ ജീവനക്കാർക്കിടയിൽ തന്നെ പരസ്പരം ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംഘടനകൾ അക്കാലത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. വില്ലേജിലെ ജീവനക്കാര് ചേർന്നുകൊണ്ട് ആ വില്ലേജിൽ തന്നെ ഇന്ന് നമ്മള് സിഒ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന, അതേപോലെ തന്നെ വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറയുന്ന അവർക്ക് തന്നെ 2 or 3 സംഘടനകൾ ഉണ്ടായിരുന്നു. അതേപോലെ താലൂക്കില് ക്ലർക്കുമാർക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡെപ്യൂട്ടി തഹസിൽദാർമാർക്ക് വേറെ സംഘടന ഉണ്ടായിരുന്നു. എച്ച്സിമാർ താരതമ്യം കുറവായതുകൊണ്ട് അവര് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഫലത്തിലൊരു സംഘടനയായിക്കൊണ്ട് എച്ച്സിമാരും ഒരു ഭാഗത്തുണ്ടായിരുന്നു. ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് പി നാമദേവൻ അധ്യക്ഷനായി. പി കവിത രക്തസാക്ഷി പ്രമേയവും മാധവരഞ്ജിത്ത് അനുശോചന പ്രമേയവും, മേഖലാ സെക്രട്ടറി MC ഷഫീർ പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ മോഹനൻ സംഘടനാ റിപ്പോർട്ടും, താലൂക്ക് സെക്രട്ടറി ജിഷാദ് ശങ്കർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം ശ്രീജിത്ത് തോമസ്, ജോയിന്റ് കൌൺസിൽ മേഖലാ സെക്രട്ടറി പി സനൂപ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി പി നാമദേവനെയും സെക്രട്ടറിയായി പി അനിൽകുമാറിനെയും ട്രഷററായി പി കവിതയെയും തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി സൗമ്യ നാരായണനും സെക്രട്ടറിയായി വി നീതുവും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.